ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തലകുത്തനെ നിൽക്കുന്നത്, കാറ്. എന്നാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്ത അത്ര വീടുകൾ പോയിട്ടുണ്ട്. ഇത് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമായിരുന്നു അല്ലേ? ഈ വീട്ടിലുള്ളവരൊക്കെ എന്താ സ്ഥിതി? ആ വീടൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയിട്ടല്ലോ. എല്ലാ വീടും പോയി. ഈ വീടൊക്കെ ഫുള്ള് മൂടിപ്പോയി. ഇവിടെ 2015 നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത. വല്ലാത്ത അവസ്ഥ. പഠിത്തം മാത്രം. ഇത് നമ്മളെ സ്കൂളിലെ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ്. റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് റെസ്ക്യൂ എത്തി ഇതെവിടെ വരെ എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. ഇത് നമ്മളെ വെള്ളരിമല വില്ലേജിൻ്റെ ഭാഗമാണ്. ഇവിടെ വെള്ളരിമല വില്ലേജ് ഭാഗത്ത് പിന്നെ എൻ്റെ തറവാടാണ് കംപ്ലീറ്റ് മൂടിക്കിടക്കുന്നത്. ഇതിലത്രയും വിറകും കാര്യങ്ങളും വന്ന് അടഞ്ഞു കിടക്കുകയാണ്. ഒന്നുമില്ല, പുഴയുടെ ഗതി മാറി ഒഴുകുകയാണ്. പല വീടുകളിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്തിൽ. ഇതാണിപ്പോൾ ഫസ്റ്റ് നേരം വെളുത്തപ്പോൾ പുറത്തിറങ്ങി എനിക്കെടുക്കാൻ പറ്റിയ ആദ്യത്തെ ഒരു വീഡിയോ. അത്രയും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. മേപ്പാടിയിൽ 17, വൈത്തിരിയിൽ 1, പിന്നെ ടോട്ടൽ 24 എല്ലാം കൂടി 24. See, we are trying every possible way to rescue our people. So, Honorable Chief Minister himself has given instructions early in the morning itself. And all hospitals are set, and we have received some 24 bodies in different hospitals, and many are injured. So they are also every possible way to rescue our people and to give proper treatment is also, that's we have ensured that. We have NDRF team there, but 4 more teams will be joining there. And also we have fire force teams there, civil defense team is there, and also Navy will be reaching there. Honorable Chief Minister has informed, so Chief Minister has sought the help of Army, Navy, etc. Yeah, yes. Sorry, yes. See, it's we can see the visuals. The visuals are quite shocking. So it's very, very, very unfortunate. So we actually, many rods have collapsed, and one bridge is also washed away. So let's see, because we have to establish that connectivity in the
in few hours, and also helicopters will also be brought there. But the weather is bad there. But now at present, for the time being, there is no rain, I think. Sorry? Casualties, from the reports from the hospitals, we have 24 dead bodies in different hospitals now, and also about 70 people are injured. Yes, here in my office also, and also in directorate, and also locally we do have a control room, so that, and we face many challenges there because there is no electricity connection, and also the batteries are getting this thing, so that it's quite a challenging situation.